ആദ്യമേ തന്നെ എൻ്റെ അയ്യപ്പായ്ക്ക് 1000 ജന്മദിനാശംസകൾ. അങ്ങനെ നമ്മുടെ അയ്യപ്പ ഇന്ന് 3 വയസ്സിലേക്ക് കടന്നിട്ടുണ്ട്. എത്ര പെട്ടെന്നാണല്ലേ വർഷങ്ങൾ കടന്നു പോകുന്നത്. ഇനി 3 വയസ്സിൽ അവനെ കാണുമ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് 3 വർഷം മുമ്പ് ജനിച്ചെൻ്റെ കയ്യിലോട്ട് കിട്ടിയ അയ്യപ്പായായിട്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് മാത്രമല്ലല്ലോ അങ്ങനെ, ഒട്ടുമിക്ക അമ്മമാർക്കും, എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ അയ്യപ്പായുടെ പിറന്നാളായിട്ട് രാവിലെ അമ്പലത്തിൽ പോകാനുള്ള തത്രപ്പാടിലാണ്. രാവിലെ വിളക്ക് കത്തീരുമെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ തന്നെ കുളിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടാണ് അവർ അച്ഛനെയും മോനെയും തെളുത്തിയത്. അപ്പോൾ അയ്യപ്പ എഴുന്നേറ്റതേ ഭയങ്കര മൂശാട്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ചേട്ടനാണ് അയാളെ കുളിപ്പിക്കാനായിട്ടും കൊണ്ടുപോയി. ആ സമയം കൊണ്ട് ഞാനന്ന് ബാക്കി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയ്യപ്പായ്ക്ക് അയാളുടെ അപ്പച്ചി ഗിഫ്റ്റായിട്ട് ഒരു ബാഗി പാൻറ്റും 2 ടീഷർട്ടും ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല പുറകിലൊക്കെ നല്ല വലുതായിട്ട് എഴുത്തുള്ള, ഫ്രണ്ട് ചെറിയ രീതിയിൽ എഴുത്തുള്ള. അപ്പോൾ അപ്പച്ചിയാണ് വാങ്ങിച്ചു കൊടുത്തെങ്കിൽ സെലക്ഷൻ എൻ്റെയാണ് കേട്ടോ. അങ്ങനെ എന്നെ കടയിൽ കൊണ്ടുപോയിട്ട് ഇഷ്ടമുള്ളത് കുഞ്ഞിന് എന്താണെന്ന് വെച്ചാൽ എടുത്തോളാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട 2 ടീഷർട്ടും ഒരു പാൻറ്റും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ എല്ലാം എടുത്ത് അതിലന്ന് മെറൂൺ ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് അയ്യപ്പ അമ്പലത്തിലോട്ട് പോയത്. അയ്യപ്പ അന്ന് എഴുന്നേറ്റതേ വായന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര കരച്ചിലും നിർബന്ധവും മൂശാട്ടയും തന്നെ ആയിരുന്നു. അമ്പലത്തിൽ പോകുന്നത് വരെയും കരച്ചിൽ തന്നെയായിരുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അയാളെ ഒരുക്കിക്കൊണ്ട് പോയി. അങ്ങനെ അയാളുടെ കുറേ നേരത്തെ കരച്ചിലിന് ശേഷം അവർ അച്ഛൻ ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേക്കിനും അതൊക്കെ സമാധാനമായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങി. അമ്പലത്തിൽ ചെന്നപ്പോൾ അതാ അടുത്ത പ്രശ്നം, അയാൾക്ക് ചെരുപ്പിട്ടുകൊണ്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറണം. പിന്നെ എന്ത് ചെയ്യാനാണ്, ഞാൻ വെളിയിൽ നിന്ന സമയത്ത് ചേട്ടനകത്ത് കയറി തൊഴുതു. പിന്നെ ചേട്ടൻ നിന്ന സമയത്ത് ഞാനും കയറി തൊഴുതിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ അയാളുടെ അതിന് കണക്കില്ലാതെ കുറേ ചക്കരൂമയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബായ്.